വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. LDF മന്ത്രിസഭയിലെ മറ്റ് 18 മന്ത്രിമാരും ഗവർണർ പി സദാശിവം മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. 12 പുതുമുഖങ്ങളുടെയും 2 വനിതകളുടെയും പ്രാതിനിധ്യത്താൽ കരുത്തുറ്റ ഒരു മന്ത്രിസഭയാണ് ഇന്ന് അധികാരത്തിലേറുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭയിൽ ജനനേതാക്കളുടെ കരുത്തുറ്റ നിരയാണ്. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് 18 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. LDF സംസ്ഥാന കമ്മിറ്റി CPM-ന് അനുവദിച്ച 12 മന്ത്രിമാരിൽ മുഖ്യമന്ത്രിക്ക് പുറമെയുള്ള 11 മന്ത്രിമാരെയും സ്പീക്കറെയും CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, ഡോക്ടർ TM തോമസ് ഐസക്, KK ശൈലജ, AK ബാലൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ G സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, AC മൊയ്തീൻ, J മേഴ്സിക്കുട്ടിയമ്മ, കൊടകര ഏരിയ കമ്മിറ്റി അംഗം പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPM സ്വതന്ത്രൻ ഡോക്ടർ KT ജലീൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന CPM-ന്റെ മന്ത്രിമാർ. CPI മന്ത്രിമാരായി എത്തുന്ന E ചന്ദ്രശേഖരൻ, P തിലോത്തമൻ, BS സുനിൽകുമാർ, K രാജു എന്നിവർക്കും ഗവർണർ P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. NCPയുടെ പ്രതിനിധിയായി ശശീന്ദ്രനും കേരള കോൺഗ്രസ് S മന്ത്രിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ജനതാദളിന്റെ മന്ത്രിയായി മാത്യു ടി തോമസും LDF മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. 19 അംഗ മന്ത്രിസഭയിൽ 12 പുതുമുഖങ്ങൾ ഇടം നേടി. ചരിത്രത്തിലാദ്യമായി 2 വനിതകളും ഈ മന്ത്രിസഭയിൽ എത്തുന്നു എന്നതും പിണറായി മന്ത്രിസഭയുടെ പ്രത്യേകതയാണ്. P ശ്രീരാമകൃഷ്ണൻ സ്പീക്കറാകുമ്പോൾ B ശശി ഡെപ്യൂട്ടി സ്പീക്കറായും സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിൽ ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 19 അംഗ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ചേരുന്നുണ്ട്. സുനിൽ, ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? സ്വാമി, ഏകദേശം 50,000-ലധികം ആളുകൾ സാക്ഷിയാകുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രധാന വേദിയായി ക്രമീകരിച്ചിട്ടുള്ളത്. 2006-ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരമേറ്റപ്പോൾ ജനങ്ങളെ സാക്ഷിയാക്കി തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇക്കുറിയും LDF സർക്കാർ അധികാരത്തിലേറ്റതുകൊണ്ട് ജനങ്ങളെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വേദി തെരഞ്ഞെടുത്തത്. ഇവിടെ ഏകദേശം 50,000-ലധികം ആളുകളെ ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻനിരയിലായിട്ട് VIPസിനും അതുപോലെ തന്നെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുടെ ബന്ധുക്കൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരു ക്രമീകരണം. അതിനുശേഷം തട്ടുതട്ടായി തിരിച്ച് പ്രത്യേക സെക്ഷനുകൾ തിരിച്ച് ഓരോ മേഖലയിൽ നിന്നുള്ള എത്തുന്ന ആളുകൾക്ക് ഇരിക്കാനായി ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേദിയുടെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയാവുകയാണ്. മന്ത്രിമാർക്ക് ഇരിക്കാനുള്ള കസേരയും ഗവർണർക്ക് ഇരിക്കാനുള്ള കസേരയും ഒക്കെ ക്രമീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി പ്രധാനമായും വരുന്നത് ഇവിടുത്തെ ഒരുക്കങ്ങളിൽ പുറത്തേക്കുള്ള ഒരുക്കങ്ങളാണ്. കാരണം അവിടെ നേരത്തെ മഴ, ഞാൻ പറഞ്ഞ പോലെ രാവിലെ മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയത് കൊണ്ട് തന്നെ കസേരയൊക്കെ നിരത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തന്നെ ആളുകൾ പല മേഖലയിൽ നിന്നൊക്കെ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. നേരത്തെ തന്നെ സീറ്റ് ഉറപ്പിച്ച് സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ വളരെ ദൂരെ നിന്ന് എത്തിയ, കാസർഗോഡും കണ്ണൂരിൽ നിന്നുമൊക്കെ എത്തിയ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ പാർട്ടി അനുഭാവികളുണ്ട്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ കാണുന്ന ആൾക്കാർ, നേരത്തെ പറഞ്ഞതുപോലെ ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉള്ളവരുടെ ഒരു പരിച്ഛേദമായി നിൽക്കുന്ന ഒരു വേദിയും സദസ്സുമായിരിക്കും ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക. അതനുസരിച്ചുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. 3:50-നാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകളിലേക്ക് കടക്കുക. 3:50 ഗവർണർ P സദാശിവം ഇവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹം എത്തിയാൽ ഉടൻ തന്നെ ദേശീയ ഗാനാലാപനമാണ്. അതിന് മുന്നോടിയായിട്ട് ഇവിടെ പ്രത്യേകിച്ച് MBS സ്ക്വയറിൻ്റെ പ്രത്യേക ഗാനാലാപനമുണ്ട്. M ജയചന്ദ്രൻ, സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ ഗാനം ആലപിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംഗീത വിരുന്നും സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോ ആയി. കാരണം വളരെ നേരത്തെ തന്നെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സംഗീത വിരുന്നും ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. 3:50-ന് ഗവർണർ എത്തി. അതിന് ദേശീയ ഗാനാലാപനമൊക്കെ കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി നിയുക്ത മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട്, പിണറായി വിജയനെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ക്ഷണിക്കും. ആദ്യം പിണറായി വിജയനാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം മറ്റ് 18 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഓരോ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏകദേശം
ഒരു 5 മിനിറ്റ് സമയം എടുക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് ഒരു കണക്കിൽ നിന്ന് പറയാൻ പറ്റുക. അതിനുശേഷം ഇവിടെ നിന്ന് ഗവർണർ മടങ്ങി വീണ്ടും ദേശീയ ഗാനം ആലപിക്കും. ഗവർണർ മടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു തിരിച്ചെത്താം. ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ നിന്നും ജീവൻ കുമാർ കൂടി ചേരുന്നുണ്ട്. ജീവൻ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വസതിയിൽ നിന്ന് അവിടുന്ന് അവരുടെ കുടുംബാംഗങ്ങളുടെ ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കാനാവുക ഈ അവസരത്തിൽ? ജീവനിലേക്ക് വളരെ വേഗം തന്നെ തിരിച്ചെത്താം. സുനിൽ, വലിയൊരു ജനസഞ്ചയം തന്നെയാകും വൈകിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനായി എത്തുക. ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്ഥല പരിമിതിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഈ സ്റ്റേഡിയത്തിന് അകത്തേക്ക് കടക്കാനാവാത്ത ആളുകൾക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വീക്ഷിക്കാൻ ഉള്ള മുൻകരുതലുകൾ, അത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? സുനിൽ, സോബി, ഏകദേശം 50,000-ത്തിലധികം ആളുകളെ ഈ സ്റ്റേഡിയത്തിനകത്ത് ഉൾക്കൊള്ളാൻ ആവുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അതിന് പുറത്തു വരുന്ന ആളുകളെ മറ്റ് മേഖലകൾ, അതായത് ഇപ്പോൾ പ്രസ് ക്ലബ്ബ് റോഡുണ്ട്, വാൻറോസ് ജംഗ്ഷനുണ്ട്, സ്പെൻസർ റോഡ്, ഈ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് LCD അതുപോലെ തന്നെ പ്രത്യേക വീഡിയോ പ്രൊജക്ടർ വാളുകളൊക്കെ ഘടിപ്പിച്ച് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കൃത്യമായി അത്തരത്തിൽ കാണാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തും എല്ലാവർക്കും, കാരണം മഴയായതുകൊണ്ട് തന്നെ ഒരു വലിയ പന്തലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പന്തലിൻ്റെ അപ്പുറത്തേക്ക് ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് അടുത്ത് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അവർക്കും തങ്ങളുടെ പ്രിയ നേതാക്കൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് കാണുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അത്തരത്തിൽ LED വാളുകളും അതുപോലെ തന്നെ ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷനുകളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ രാവിലെ മുതൽ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും ACPയുടെയൊക്കെ നേതൃത്വത്തിൽ കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കാരണം ഇവിടേക്ക് ഗതാഗതക്കുരുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അതിൻ്റെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാ റോഡുകളിലും വാഹനങ്ങൾ, ഏത് പ്രവർത്തകരുമായി വരുന്ന സത്യപ്രതിജ്ഞ കാണാൻ എത്തുന്ന ആളുകളുമായി വരുന്ന വാഹനങ്ങൾ എവിടെയൊക്കെ പാർക്ക് ചെയ്യണം, എങ്ങനെ പാർക്ക് ചെയ്ത് മടങ്ങണം എന്നുള്ള കാര്യങ്ങളും ആളുകൾ എവിടെ ഇറക്കണം എന്നുള്ള കാര്യം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് അത്തരത്തിൽ ഫോൺ സംവിധാനത്തിലൂടെയൊക്കെ അത്തരത്തിൽ അറിയിപ്പ് നൽകിക്കൊണ്ട് ഉള്ള സുരക്ഷാ ട്രാഫിക് ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാക്കിക്കൊണ്ട് സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ മേഖലയിലെ ജീവനക്കാർ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടേക്ക് വരാനുള്ള പാതയുടെ ഇപ്പോൾ പിണറായി വിജയന്റെ വസതിയിൽ നിന്നും ജീവൻ കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജീവൻ, അവിടെ നിന്ന് നൽകാൻ എങ്ങനെ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിനന്ദന പ്രവാഹവുമായ ആളുകളൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടോ? വസതിയിൽ നിന്നുള്ളൊരു വിവരങ്ങൾ എങ്ങനെയാണ്? സ്വാമി, രാവിലെ മുതൽ തന്നെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വസതിയിലേക്ക് ഒരു ജനപ്രവാഹമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകളുടെയും എല്ലാം ഒരു വലിയ പ്രവർത്തനം അവരെ പിണറായിയെ കാണുന്നതിനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി രാഷ്ട്രീയ രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും ഒപ്പം വ്യവസായ രംഗത്തെയൊക്കെ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻ അഡ്വക്കേറ്റ് ജനറലായ MK ദാമോദരൻ, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കണ്ണൂർ MPയുമായ PK ശ്രീമതി ടീച്ചർ, നിരവധി മന്ത്രിമാർ, പിണറായിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിരവധി നിയുക്ത മന്ത്രിമാർ പിണറായിയെ സന്ദർശിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തുകയാണ്. ഒപ്പം അദ്ദേഹം രാവിലെ തിരക്കിട്ട ഒരുക്കങ്ങളിലാണ്. 9:30 അദ്ദേഹം ഗവർണറെ കാണാനായി പോകും. തൻ്റെ മന്ത്രിസഭയ്ക്ക് പിന്തുണ തേടിക്കൊണ്ട് അദ്ദേഹം ഗവർണറെ കാണാനായി പോകും. അതിനുള്ള ഒരുക്കങ്ങൾ അകത്ത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാമി, ജീവൻ, മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കാനുള്ള LDF യോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അതിന് ശേഷമായിരിക്കുമല്ലേ പിണറായി വിജയൻ ഗവർണറെ കാണാനായി പോവുക? തീർച്ചയായും രാവിലെ LDF യോഗത്തിന് ശേഷമായിരിക്കും പിണറായി വിജയൻ വകുപ്പുകളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഈ കാര്യത്തിൽ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും പിണറായി വിജയൻ ഗവർണറെ കാണുക. ഗവർണർ ജസ്റ്റിസ് P സദാശിവത്തെ കണ്ടുകൊണ്ട്
തൻ്റെ മന്ത്രിസഭയിൽ ചുമതലയേൽക്കുന്ന മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള പട്ടിക, മന്ത്രിമാരുടെ പേരുവിവരം, അവരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള പട്ടികയെല്ലാം അദ്ദേഹം കൈമാറും. പക്ഷേ ചില യോഗങ്ങൾ കൂടി, പാർട്ടി യോഗങ്ങൾ കൂടി ചേരാനുണ്ട്. ചിലപ്പോൾ അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. സ്വാമി, ജീവനാണ് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും സുനിൽ അരിമാനൂരിലേക്ക് തന്നെ പോകുന്നു. സുനിൽ, എങ്ങനെ ഒരുക്കങ്ങൾ ഇപ്പോഴും പൂർത്തിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്? ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് 10,000-കണക്കിന് ആളുകളായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കാനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തിരുവനന്തപുരത്തേക്ക് എത്തുക. വലിയ തരത്തിലുള്ള ഒരു ഗതാഗത കുരുക്കിന് ഉള്ള സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നാൽ എങ്ങനെയാണ്? സ്വാമി, ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണാം. ഇപ്പോൾ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർക്ക് ഇരിക്കാനുള്ള ചെയറുകളൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞു. ഇവിടെ ഗവർണർ ഇരിക്കും. ഗവർണർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3:50 ആകുമ്പോഴേക്കും ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും. അത് കഴിഞ്ഞ് എത്തിയ ഉടൻ തന്നെ ദേശീയ ഗാനം ആലപിക്കും. തുടർന്ന് ചീഫ് സെക്രട്ടറി എത്തി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കും. ഗവർണർ ഇവിടെ നിന്നായിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഇവിടെ നിന്ന് സത്യവാചകം ഏറ്റുചൊല്ല് പ്രതിജ്ഞ എടുത്തായിരിക്കും ഓരോ മന്ത്രിമാരും മടങ്ങുന്നത്. അങ്ങനെ 19 പേരും, ഈ LDF മന്ത്രിസഭയിലെ 19 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമായിരിക്കും ഗവർണർ ഇവിടുന്ന് മടങ്ങും. അതിനുശേഷമാണ് ഗവർണർ വിരുന്നൊരുക്കിയിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത് പിന്നീട് ഔദ്യോഗിക മന്ത്രിസഭാ യോഗത്തിലേക്കും കടക്കും. ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് പോലീസ് ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് റോഡ് ഗതാഗതം ബ്ലോക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ പാർക്കിംഗ് സംവിധാനം പ്രത്യേക സ്ഥലങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ, പ്രവർത്തകരുമായും ജനങ്ങളുമായിട്ട് ആളുകളുമായി വരുന്ന വാഹനങ്ങൾ, ബൈപ്പാസിൽ വാഹനങ്ങൾ, ഇവിടെ ആളുകളെ ഇറക്കിയ ശേഷം ബൈപ്പാസിൽ വാഹനങ്ങൾ ക്രമീകരിക്കണം, പാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്രസ് ക്ലബ് റോഡും ബേക്കറി ജംഗ്ഷൻ നിന്നുള്ള റോഡുകളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്റ്റാച്യൂവിലെ റോഡുകളിലൊക്കെ പാർക്കിംഗ് ഇന്ന് നിരോധിച്ചിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സ്റ്റേഡിയത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കസേരകളൊക്കെ നിരത്തുന്ന പ്രക്രിയ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പറഞ്ഞതുപോലെ MBS സ്ക്വയറിൻ്റെ നേതൃത്വത്തിൽ ഗാനാലാപനം നടക്കുന്നുണ്ട്. അത് ഏകദേശം 40-ലധികം ഗായകന്മാർ അണിനിരക്കുന്ന ഒരു ഗാനാലാപനമാണ്. അത് കാരണം സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പായി തന്നെ, വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവിടേക്ക് ജനസഞ്ചയം എത്തിച്ചേരുമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സംഗീത വിരുന്നും അതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. MJ ചന്ദ്രൻ സംഗീത സംവിധായകൻ ഇവിടേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എല്ലാ ഭാഗത്തും ആളുകൾക്ക് ഇരിക്കുന്ന സ്ഥലത്ത് അവർക്ക് നല്ല രീതിയിൽ തന്നെ സത്യപ്രതിജ്ഞ അടുത്ത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, LED വാൾ അടക്കമുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൈരളി പീപ്പിൾ TV വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഈ സത്യപ്രതിജ്ഞ തത്സമയം, ഇവിടേക്ക് വരാൻ കഴിയാത്തവർക്ക് തത്സമയം ഈ സത്യപ്രതിജ്ഞ വീക്ഷിക്കാനും അവരുടെ ഇഷ്ട മന്ത്രിമാരും അവരുടെ ജനകീയ നേതാക്കളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ മുഹൂർത്തം നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ വിപുലമായ രീതിയിൽ തന്നെയാണ് കൈരളി പീപ്പിൾ TVയും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത്, ഇനി ഇവിടെ ആളുകൾ കടന്നു വരുന്ന മണിക്ക് ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ മിക്കവാറും ആളുകൾ ഇവിടേക്ക് വന്നു തുടങ്ങുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ വലിയ രീതിയിൽ വൈകിട്ട് ഏതെങ്കിലും തരത്തിൽ മഴ വന്നാൽ പോലും ഇവിടേക്ക് അകത്ത് വരുന്ന ആൾക്കാർക്ക് കൃത്യമായി ഇതിനകത്ത് ഇരുന്ന് മഴ ഒന്നും ഏൽക്കാതെ തന്നെ സത്യപ്രതിജ്ഞ കാണാനുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ അത്യാധുനിക രീതിയിലുള്ള സൗണ്ട് സംവിധാനം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് വീക്ഷിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകല്ലോ എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നോക്കുമ്പോൾ ഈ സത്യപ്രതിജ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനകീയ സർക്കാർ, കേരളത്തിൻ്റെ സർക്കാർ, എല്ലാവരുടെയും സർക്കാർ അധികാരത്തിലേൽക്കുന്ന ആ സത്യപ്രതിജ്ഞ വളരെ ഭംഗിയാക്കുന്നതിനും അത് ചരിത്ര മുഹൂർത്തമാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒത്തൊരുമിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാമി, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കും. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വീക്ഷിക്കാൻ വിപുലമായ സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് സുനിൽ അരിമാനൂർ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. നവകേരളത്തിന്റെ പ്രതീക്ഷയായി നിയുക്ത മുഖ്യമന്ത്രി പിണറായിയും നിയുക്ത മന്ത്രിമാരും പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് പ്രണാമം അർപ്പിച്ചു. 1957 മുതൽ അധികാരത്തിലേറിയ എല്ലാ ഇടതുപക്ഷ സർക്കാരുകളുടെയും മന്ത്രിമാർ പുന്നപ്ര വയലാർ രണധീരർക്ക് അഭിവാദ്യം അർപ്പിച്ച ശേഷമാണ് സത്യപ്രതിജ്ഞ ചെയ്യാറുള്ളത്.
രണസ്മരണകൾ ഇരമ്പുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിലും വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചനയ്ക്കെത്തിയ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെയും നിയുക്ത മന്ത്രിമാരെയും ആവേശോജ്വലമായ മുദ്രാവാക്യങ്ങളോടെയാണ് ആയിരങ്ങൾ വരവേറ്റത്. രണധീരർക്ക് അഭിവാദ്യം അർപ്പിച്ച ശേഷം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം പൊതുസമ്മേളനം നടന്നു. വിപ്ലവ ഗായിക മേദിനിയുടെ റെഡ് സല്യൂട്ട് എന്ന് തുടങ്ങുന്ന ഗാനത്തോടെയാണ് പൊതുസമ്മേളനത്തിന് തുടക്കമായത്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറുന്ന LDF സർക്കാരിന്റെ നയം വ്യക്തമാക്കി. സർവതല സ്പർശിയായിരിക്കും നാടിന്റെ വികസനം. കേരളത്തെ ഇന്ത്യയിലെ വികസന കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗവൺമെന്റ് ആയിരിക്കില്ല. അങ്ങനത്തെ അജണ്ട ഈ ഗവൺമെന്റ് ഉണ്ടാവില്ല. സർക്കാർ ജനങ്ങളുടെ മൊത്തം സർക്കാരാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കും LDF ഗവൺമെന്റ് കാഴ്ചവെക്കുക. നവകേരളത്തിന്റെ സൃഷ്ടിക്കായി പുതുവെളിച്ചം പകരുന്ന നിയുക്ത മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വളരെ ആവേശത്തോടെയാണ് അണികൾ സ്വീകരിച്ചത്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജന്മദിനം കൂടിയായതിനാൽ വയലാറിലെത്തിയ പ്രവർത്തകർക്ക് സംഘാടകർ മധുരപലഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം, ആലപ്പുഴ. ലളിത ജീവിതശൈലി കൊണ്ടും കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ടും ശ്രദ്ധേയനായ ജനപ്രതിനിധിയാണ് പ്രൊഫസർ C. രവീന്ദ്രനാഥ്. മികച്ച MLA ആയി പേരെടുത്ത രവീന്ദ്രനാഥ് മന്ത്രിയാവുന്നതിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബാംഗങ്ങൾ. വിദ്യാഭ്യാസ വകുപ്പിനെ നേർവഴിക്ക് നയിക്കാൻ അദ്ദേഹത്തിനാകുമെന്നാണ് ഭാര്യ MK വിജയത്തിന്റെ പ്രതികരണം. ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് മന്ത്രിസഭയിലെത്തുന്ന രണ്ടാമത്തെ അധ്യാപകനാണ് പ്രൊഫസർ C. രവീന്ദ്രനാഥ്. മുണ്ടശ്ശേരിയുടെ പിൻഗാമിയായി മറ്റൊരു സെന്റ് തോമസ് കോളേജ് അധ്യാപകൻ മന്ത്രിയാവുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയം. അപ്രതീക്ഷിതമായാണ് C. രവീന്ദ്രനാഥ് മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെട്ടത്. സുസ്ഥിര പദ്ധതിയിലൂടെ കേരളത്തിന് മാതൃകയായ രവീന്ദ്രനാഥ് മന്ത്രിയാവുമ്പോൾ ജനങ്ങൾക്കൊപ്പം കുടുംബാംഗങ്ങളും ഏറെ സന്തോഷത്തിലാണ്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാനാവുമെന്ന് ഭാര്യ MK വിജയം. മാഷക്ക് അത് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. മകൻ ജയകൃഷ്ണനും വിദേശത്തുള്ള മകൾ ഡോക്ടർ ലക്ഷ്മി ദേവിയും അച്ഛൻ മന്ത്രിയാവുന്നതിന്റെ ആവേശത്തിലാണ്. സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയവയുടെ സജീവ പ്രവർത്തകനായിരുന്നപ്പോഴുള്ള അനുഭവ സമ്പത്തുകൾ വിദ്യാഭ്യാസ രംഗത്തെ ഉടച്ചുവാർക്കാൻ അദ്ദേഹത്തിന് സഹായകമാകും എന്നാണ് കുടുംബത്തിന്റെ അഭിപ്രായം. ഭാര്യയും മകൻ ജയകൃഷ്ണനും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തും. വിദേശത്തായതിനാൽ ചടങ്ങിൽ എത്താനാവാത്തതിന്റെ വിഷമത്തിലാണ് മകൾ ലക്ഷ്മി ദേവി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. VS സുനിൽകുമാർ മന്ത്രിയാകുന്നതിന്റെ ആവേശത്തിലാണ് തൃശൂർ അന്തിക്കാട് ഗ്രാമം. നാട്ടുകാർക്കൊപ്പം സുനിൽകുമാറിന്റെ കുടുംബവും ഏറെ ആഹ്ലാദത്തിലാണ്. അപ്രതീക്ഷിതമായാണ് മന്ത്രി പദവി ലഭിച്ചതെന്നും സുനിൽകുമാറിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാനാകുമെന്നും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. ഇതാണ് നിയുക്ത മന്ത്രി VS സുനിൽകുമാറിന്റെ വീട്. ഇക്കാണുന്ന ചെറിയ വീട്ടിലാണ് സുനിൽകുമാറിനൊപ്പം മാതാവും സഹോദരങ്ങളുടെ കുടുംബവും ഒത്തൊരുമയോടെ കഴിയുന്നത്. മകൻ മന്ത്രിയാവുന്നതിന്റെ ആവേശത്തിലാണ് സുനിൽകുമാറിന്റെ മാതാവ് പ്രേമാവതി. സന്തോഷം, വളരെ സന്തോഷം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. തൃശൂരിലെ മത്സരം കടുത്തതായിരുന്നുവെന്നും മന്ത്രി പദവി അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഭാര്യ അഡ്വക്കേറ്റ് രേഖ പറഞ്ഞു. സാധ്യത എന്ന് പറഞ്ഞു കേട്ടിരുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ആ തരത്തിലൊന്നും ചിന്ത പോയിട്ടില്ല. പ്രചരണ സമയത്ത് തന്നെ ജയം ഉറപ്പായിരുന്നുവെന്നും അച്ഛൻ മന്ത്രിയാവുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മകൻ നിരഞ്ജൻ കൃഷ്ണ. വളരെ സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി, വീട്ടിലെല്ലാവർക്കും സന്തോഷമായി അച്ഛൻ മന്ത്രിയായി. കുടുംബാംഗം മന്ത്രിയാവുമ്പോഴും ലളിതശൈലികൾ തുടരാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം. സുനിൽകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സാക്ഷികളാവും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജാമ്യവ്യവസ്ഥയിലെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കണ്ണൂരിലെത്തിയ CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജന് ഉജ്ജ്വല സ്വീകരണം. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. വടകര ചോറോട്ടെ P. സതീദേവിയുടെ വസതിയിൽ നിന്നും മാഹിയിലേക്കെത്തിയ P. ജയരാജനെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് കണ്ണൂർ ജില്ലയിലേക്ക് വരവേറ്റു. മാഹിയിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ തങ്ങളുടെ പ്രിയ നേതാവിനെ കണ്ണൂരിലേക്ക് ആനയിച്ചു. വഴിനീളെ അഭിവാദ്യങ്ങളുമായി ജനസഞ്ചയം. നഗരത്തിലൂടെ തുറന്ന വാഹനത്തിൽ സ്വീകരണ സമ്മേളന വേദിയിലേക്ക്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MB ഗോവിന്ദൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM-നെ തെരുവിൽ നേരിടാൻ RSS-നാകില്ലെന്ന് MB ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഞങ്ങളെ തെരുവിൽ നേരിടുമെന്ന് പറയുന്ന RSS-ഓട് ഒരു കാര്യം ഞാൻ കണ്ണൂരിൽ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ഇന്നേ അവരെ CPIM-നെ തെരുവിൽ നേരിട്ടിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തോ? ഇന്നേ വരെ CPIM പ്രവർത്തകർ ജനസേവന രംഗത്ത് സജീവമായി ഇടപെടണമെന്ന് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് P. ജയരാജൻ പറഞ്ഞു.
അങ്ങേയറ്റം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ ജനവിധിയെ സമീപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനസേവനത്തിന്റെ പുതിയ അധ്യായങ്ങൾ തീർക്കാനായിരിക്കണം ഇനി അങ്ങോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കേണ്ടത്. നിയുക്ത മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ സ്വീകരണ ചടങ്ങിനെത്തിയിരുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. തിരികെ വാർത്തയിലേക്ക്. പെരുമ്പാവൂർ ജിഷ വധക്കേസ് പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറാൻ സാധ്യത. കേസ് വനിതാ IPS ഉദ്യോഗസ്ഥ അടങ്ങുന്ന സംഘം അന്വേഷിക്കണമെന്ന് LDF നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഇതിനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന.